കണ്ടോ എൻ്റെ കറി ലീവ്സൊക്കെ പുറത്ത് നല്ല സൺഷൈനൊക്കെ അടിച്ച് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നത് കണ്ടോ? എനിക്ക് എന്തോരം ബേബീസ് ഉണ്ടായേക്കുന്നതെന്ന് കണ്ടോ? എൻ്റെ മക്കൾ നല്ല കളറൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിരിക്കുന്ന ചട്ടി. അതിന് സൺഷൈൻ കിട്ടുമ്പോഴത്തേക്ക് സന്തോഷമാണത്. ഞാനിത് വിൻ്റർ കഴിഞ്ഞപ്പം ട്രിം ചെയ്ത് വിട്ടതാണ് കേട്ടോ. അതൊരു 1-2 മാസം കൊണ്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്, നല്ല ബുഷിയായിട്ട് വളരുന്നുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഇച്ചിരി പുളിവെള്ളവും മോരുവെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇത്തിരി തണുപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കും. അതിനിഷ്ടമാണ് അത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിയുമ്പം മിച്ചം വരുന്ന അതൊക്കെ ഇച്ചിരി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പുളി അസിഡിക്കാന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം. എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോന്നേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ നല്ല ബുഷിയായിട്ട് വളരും, നല്ല സ്മെല്ലാണ്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, എന്ത് ക്യൂട്ടാണ് അല്ലേ? ഇത് ഒത്തിരി കഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ ഒരു 7-8 വർഷം ആയ കറി ലീവാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വെട്ടിയൊക്കെ വിട്ട് നല്ല ഹെൽത്തി ആയിട്ട് പൊന്നുപോലെ നോക്കുന്നതാണ്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് കറി ലീവാണ്. ഇതെനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്ന ചെടിയായിരുന്നു. ഇത് വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ ഇലയൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇതിന് ഇത്തിരി മണവും കുറവുണ്ട്, പക്ഷേ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ലീവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ സമ്മർ ടൈം ആയതുകൊണ്ട് നന്നായിട്ട് വളരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു കുഞ്ഞു പാഷൻ ഫ്രൂട്ട് ചെടിയാണ്. അത് ഞാൻ ചുമ്മാ അരിയിട്ട് വളർത്തി വരുന്നതാണ്. ഇതിപ്പം ഇത്രയുമായി. ഇനി ഞാനത് പൂക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്തതാണ്. എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു.